പരേതനായ മാമൻ ഉപദേശിയിലൂടെ സുവിശേഷ ദൂത് ദേശത്ത് മുഴങ്ങിക്കേൾക്കുന്ന കാലം. വചനത്തിനായി ആർത്തിയോടെ എവിടെയും ഓടിയെത്തുന്ന ഫിലിപ്പോസ് ഉപദേശി പ്രസംഗത്തിനടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു. പ്രസംഗ മധ്യേ വീണ് കിട്ടിയ അവസരത്തിൽ പലരും തങ്ങളുടെ സാക്ഷ്യം പറയുവാൻ തുടങ്ങി. തന്നെ മാത്രം ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്ന കറുത്ത നിറമുള്ള ചെറുപ്പക്കാരനോട് പകുതി ഹാസ്യഭാവത്തോടെ മാമൻ ഉപദേശി ചോദിച്ചു, എടാ, ഇവിടെ എത്യോപ്യക്കാരനെ പോലെ ഒരു കറുത്ത മനുഷ്യനിരിക്കുന്നു, നിനക്ക് സാക്ഷ്യം വല്ലതും പറയുവാനുണ്ടോ? എത്യോപ്യക്കാരന് തൻ്റെ കറുപ്പും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ ഒക്കുമോ എന്നും കൂടെ കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞത് ഫിലിപ്പോസ് ഉപദേശിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. മൗനമായി ചിന്തിച്ചു. വചനത്തിൽ നിന്നും ഒരു ഭാഗം ഓർമ്മ വന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനെ പോലെയാകും. എൻ്റെ നിറം മാറും. ചാടി എഴുന്നേറ്റ് പരിസരം മറന്ന് ആത്മാവിൽ പാടി, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. മാമനുപദേശി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നിറം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിന്റെ നിറം മാറും. ശോഭയുള്ള പട്ടണത്തിൽ ശ്രേഷ്ഠമായ വീട്ടിൽ നാം പോകും. ഈ വാക്കുകൾ ഗാനത്തിന്റെ ശേഷിച്ച വരികളായി ഫിലിപ്പോസ് ഉപദേശി എഴുതി ചേർത്തു. എൻ പ്രിയ രക്ഷകൻ നീതിയൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.